മക്കളെ, പാണ്ഡവർക്ക് അർഹതപ്പെട്ട പകുതി രാജ്യം ലഭിക്കുന്നതിന് വേണ്ടി ഓരോ ഭാഗത്തു നിന്നുമുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ശ്രീകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നവർ പാണ്ഡവരുടെ ആവശ്യം ധൃതരാഷ്ട്രരെ അറിയിക്കുന്നതിന് വേണ്ടി ഒരു ദൂതനെ അയച്ചു. അയാൾ ധൃതരാഷ്ട്രരെ കണ്ട് വിവരങ്ങൾ ധരിപ്പിച്ചു. ഒരു യുദ്ധം ഒഴിവാക്കാനാണ് പാണ്ഡവർ ആഗ്രഹിക്കുന്നത്. അതിനാൽ അർഹമായ പകുതി രാജ്യം വിട്ടുതരണം. ധൃതരാഷ്ട്രർ ആ ദൂതനെ തിരിച്ചയച്ചു. കൂടിയാലോചനകൾ നടത്തി പാണ്ഡവർക്ക് അനുകൂലമായ തീരുമാനമെടുത്ത് സഞ്ജയൻ എന്ന സൂതപുത്രനായ സേവകനെ ദൂതുമായി പാണ്ഡവരുടെ അടുത്തേക്ക് അയച്ചു. എന്നാൽ ധൃതരാഷ്ട്രർ കൈക്കൊണ്ട തീരുമാനമായിരുന്നില്ല സഞ്ജയൻ പാണ്ഡവരെയും അവരുടെ സഹായികളെയും അറിയിച്ചത്. വനവാസം അനുഷ്ഠിച്ച് ഭിക്ഷാടനം നടത്തി ജീവിക്കുന്നതാണ് നല്ലതെന്ന് യുധിഷ്ഠിരനെ അയാൾ ഉപദേശിച്ചു. ഒന്നുകിൽ പകുതി രാജ്യം നൽകുക, അല്ലെങ്കിൽ യുദ്ധത്തിന് ഒരുങ്ങുക എന്ന സന്ദേശവുമായി യുധിഷ്ഠിരൻ സഞ്ജയനെ തിരിച്ചയച്ചു. പാണ്ഡവരുമായി സഞ്ജയൻ നടത്തിയ ചർച്ചകൾ അടുത്ത ദിവസം രാജസഭയിൽ അറിയിക്കാമെന്ന് പറഞ്ഞ് സഞ്ജയൻ ധൃതരാഷ്ട്രരെ കണ്ട് യാത്ര പറഞ്ഞ് വിശ്രമത്തിന് പോയി. ഈ സമയത്ത് ധൃതരാഷ്ട്രർ ആവശ്യപ്പെട്ടതനുസരിച്ച് വിതുരർ അദ്ദേഹത്തെ കാണുന്നു. താൻ ഇക്കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന ചോദ്യത്തിന് വിതുരർ നൽകുന്ന മറുപടി വ്യാസമഹാഭാരതത്തിലെ വിതുരോപദേശം എന്ന ഭാഗത്ത് വിശദീകരിക്കുന്നു. രാജാവായാലും സാധാരണ മനുഷ്യനായാലും ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ധർമ്മവും അധർമ്മവും സത്യവും അസത്യവും നല്ലതും ചീത്തയുമായ കുറേ കാര്യങ്ങൾ വിതുരർ ധൃതരാഷ്ട്രരോട് ഉപദേശ രൂപത്തിൽ പറഞ്ഞിട്ട് പാണ്ഡവർക്ക് അർഹതപ്പെട്ട പകുതി രാജ്യം അവർക്ക് നൽകണമെന്ന് നിർദ്ദേശിക്കുന്നു. ധൃതരാഷ്ട്രരുടെ മറുപടിക്കായി വിതുരർ കാത്തിരിക്കുകയാണ്. ഒരു ദീർഘനിശ്വാസത്തിന് ശേഷം ധൃതരാഷ്ട്രർ പറഞ്ഞു, വിതുരരെ, എൻ്റെ മനസ്സാകെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ്. ദുർചിന്തകൾ എൻ്റെ മനസ്സിനെ അലട്ടുന്നു. എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. പാണ്ഡവർക്ക് ഹിതകരവും കൗരവർക്ക് ശുഭകരവുമായ എന്തുപായമാണ് ഉള്ളത്? എനിക്ക് പറഞ്ഞു തരൂ. എപ്പോഴും ദോഷചിന്തകൾ എന്നെ വിടാതെ പിന്തുടരുന്നു. യുധിഷ്ഠിരൻ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ മനസ്സിൽ തോന്നിയത് പറയൂ. വിതുരർ പറഞ്ഞു, മഹാരാജാവേ, ഏതൊരാളെ അങ്ങ് പരാജിതനായി കാണാൻ ആഗ്രഹിക്കുന്നില്ലയോ അയാൾക്ക് വേണ്ടി ചോദിച്ചില്ലെങ്കിലും ശരിയും തെറ്റും പറഞ്ഞു കൊടുക്കണം. അതിനാൽ കൗരവർക്ക് ഗുണകരമായ കാര്യം ഞാൻ പറയാം. തെറ്റായ വഴികളിലൂടെ ഉണ്ടാക്കുന്ന നേട്ടങ്ങളിൽ അങ്ങ് കണ്ണുവയ്ക്കരുത്. നേരായ മാർഗത്തിൽ ഒരു കാര്യം ചെയ്ത് ഫലം കണ്ടില്ലെങ്കിലും ദുഃഖിക്കേണ്ടി വരില്ല. മഹാരാജാവേ, ഏതൊരു പ്രവൃത്തി ചെയ്യുവാൻ തുടങ്ങുമ്പോഴും അതിൻ്റെ ഉദ്ദേശശുദ്ധി പരിഗണിക്കണം. നല്ലവണ്ണം ചിന്തിച്ച് സാവധാനമേ പ്രവർത്തിക്കാവൂ. പ്രവൃത്തി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഫലവും പരിണാമവും ചിന്തിച്ച് ഉറപ്പിക്കണം. അത് മാത്രമല്ല, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ, പ്രവൃത്തി മൂലം ഉണ്ടാകുന്ന ലാഭനഷ്ടങ്ങൾ, ഖജനാവിൻ്റെ അവസ്ഥ, ഇതൊക്കെ പ്രവൃത്തിക്ക് മുമ്പ് തന്നെ അറിഞ്ഞിരിക്കണം. ഇതൊന്നും ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന ഏതൊരു രാജാവിനും വിജയകരമായി തൻ്റെ ഉദ്ദേശം പൂർത്തിയാക്കുവാൻ കഴിയില്ല. നോക്കൂ, നമുക്ക് ഭക്ഷിക്കാൻ കഴിയുന്നതും ഭക്ഷിക്കപ്പെടാവുന്നതുമായ ധാരാളം ആഹാരസാധനങ്ങളുണ്ട്. ഇവ ഭക്ഷിക്കാൻ പറ്റുന്നതും ശരീരത്തിന് ദോഷം ചെയ്യാത്തതുമായ ഭക്ഷണം കഴിക്കണം. അല്ലെങ്കിൽ അത് വിഷത്തേക്കാൾ ദോഷം ചെയ്യും. ഇതുതന്നെയാണ് കർമ്മത്തിൻ്റെ കാര്യത്തിലും ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ചെയ്യാവുന്നതും ചെയ്താൽ ദോഷം വരാത്തതുമായ പ്രവൃത്തിയേ ചെയ്യാവൂ. പിഞ്ചുകായ്കളെ നശിപ്പിക്കുന്നവൻ വിത്തിനെയും നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വണ്ടുകൾ പൂക്കൾക്ക് കേടുവരുത്താതെ തേൻ ശേഖരിക്കുന്നത് പോലെ വേണം ഭരണാധികാരി സമ്പത്ത് സ്വരൂപിക്കുവാൻ. ഒരിക്കലും ഈ കാര്യങ്ങളാൽ പ്രജകൾ കഷ്ടപ്പെടരുത്. സൗമ്യമായി പൂക്കൾ ഇറുക്കുന്നത് പോലെ വേണം ധനം സമ്പാദിക്കാൻ. അല്ലാതെ മരങ്ങൾ വെട്ടി കരി വിൽക്കുന്നവനെ പോലെ എല്ലാം നശിപ്പിച്ചുകൊണ്ട് നേടാൻ ശ്രമിക്കരുത്. ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും തനിക്ക് എന്ത് ലാഭമുണ്ടാകുമെന്നും ചെയ്തില്ലെങ്കിൽ എന്ത് നഷ്ടമുണ്ടാകുമെന്നും ചിന്തിച്ചിട്ട് വേണം
പ്രവൃത്തിക്ക് ഇറങ്ങേണ്ടത്. കഴിവില്ലായ്മ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്നതെല്ലാം പാഴാണ്. ഇപ്രകാരം പ്രവർത്തിക്കാത്ത രാജാവിനെ പ്രജകൾ തിരസ്കരിക്കും. നിറയെ പൂത്തിട്ടും കായ്ക്കാത്ത മരങ്ങൾ പോലെയോ, നിറയെ പഴങ്ങളുണ്ടായിട്ടും മുള്ളുകൾ നിറഞ്ഞ ഒരു മരം ആകുകയോ ചെയ്യാതിരിക്കാൻ രാജാവ് ശ്രദ്ധിക്കണം. പ്രജകളോട് എപ്പോഴും ഉദാരമനസ്കനായിരിക്കണം രാജാവ്. എങ്കിലും ആർക്കും എപ്പോഴും യാചനയുമായി വരാൻ അവസരം കൊടുക്കരുത്. തൻ്റെ ദൗർബല്യങ്ങളെ പ്രകടിപ്പിക്കാതെ നോക്കിലും വാക്കിലും പ്രവൃത്തിയിലും പ്രജകൾക്ക് സന്തുഷ്ടി നൽകുന്ന രാജാവിനെ അവർ സ്നേഹിക്കും. ഒരിക്കലും അവരിൽ ഭയപ്പാട് ഉണർത്തരുത്. പൂർവിക സ്വത്ത് ഛിന്നഭിന്നമാക്കുന്ന രാജാവ് ജനങ്ങളുടെ ശത്രുവാകുന്നു. പരമ്പരയായി സജ്ജനങ്ങൾ അനുഷ്ഠിച്ചു വരുന്ന ധർമ്മങ്ങളെ നിലനിർത്തുന്ന രാജാവ് രാജ്യം സമ്പന്നമാക്കുന്നു. അർത്ഥമില്ലാതെ പുലമ്പുന്നവനായാലും ഭ്രാന്തനായാലും ഇനി ഒരു ശിശുവായാൽ പോലും അവർ പറയുന്ന നല്ല കാര്യങ്ങൾ ഗ്രഹിക്കണം. അയൽ രാജ്യങ്ങളോട് യുദ്ധം ചെയ്യുമ്പോൾ അത് സ്വന്തം രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും സമൃദ്ധിക്കും വേണ്ടി മാത്രം ആയിരിക്കണം. ചൂടാകാതെ തന്നെ വളയുന്ന ലോഹത്തെ തീയിലിട്ട് പഴുപ്പിക്കേണ്ട ആവശ്യമില്ല. കൊമ്പുകൾ താഴ്ത്തി നിൽക്കുന്ന മരത്തിൻ്റെ പഴം പറിക്കുന്നതിനായി ആ മരത്തെ പിടിച്ച് കുലുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ബുദ്ധിമാൻ കരുത്തൻ്റെ മുന്നിൽ വിനയത്തോടെ പെരുമാറണം. സത്യം ധർമ്മത്തെയും യോഗം വിദ്യയെയും ശുചിത്വം ശരീരത്തെയും സംരക്ഷിക്കുന്നു. സദാചാരം പ്രവർത്തിക്കാത്ത മനുഷ്യൻ ആഭിജാത്യമുള്ളവനായാൽ പോലും മാന്യനായി പരിഗണിക്കപ്പെടുന്നില്ല. നീചകുലത്തിൽ ജനിച്ചവനാണെങ്കിലും സദാചാരങ്ങൾ പാലിക്കുകയാണെങ്കിൽ മാന്യത നേടാം. അന്യരുടെ സമ്പത്ത്, സൗന്ദര്യം, ആഭിജാത്യം, സുഖസൗകര്യങ്ങൾ, ബഹുമതികൾ തുടങ്ങിയവയിൽ അസൂയപ്പെടുന്ന ആൾ തീർച്ചയായും ഒരു രോഗി തന്നെ ആണ്. അരുതാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴും പ്രവർത്തികളിൽ പിഴവ് വരുമ്പോഴും രഹസ്യങ്ങൾ പരസ്യമാകുമ്പോഴും പേടിക്കണം. ലഹരി പദാർത്ഥങ്ങൾ വർജിക്കണം. പശുക്കളുള്ളവൻ മധുരമായ പാൽ കുടിക്കാനുള്ള ആഗ്രഹത്തെ ഉപേക്ഷിക്കണം. മാന്യമായി വസ്ത്രം ധരിച്ചവൻ സഭയിൽ ആദരവ് നേടുന്നു. മനുഷ്യ സ്വഭാവമാണ് പ്രധാനം. അത് നഷ്ടമായാൽ അയാൾക്ക് ജീവിതവും സമ്പത്തും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല. ധനത്താൽ മതിച്ചവൻ്റെ ഭക്ഷണത്തിൽ മാംസവും, ഇടത്തരക്കാരൻ്റെ ഭക്ഷണത്തിൽ നെയ്യും, ദരിദ്രൻ്റെ ഭക്ഷണത്തിൽ എണ്ണയും കാണുന്നു. ദരിദ്രനാണ് ഭക്ഷണം ഏറ്റവും രുചികരമായി കഴിക്കുന്നത്. കാരണം വിശപ്പാണ് സ്വാദിനെ ഉണ്ടാക്കുന്നത്. സമ്പന്നന് വിശപ്പ് തോന്നാറില്ല. അവന് ഭക്ഷണം കഴിക്കാനുള്ള ശക്തി തന്നെ ഇല്ല. ദരിദ്രനോ ഏത് പാറക്കല്ല് വിഴുങ്ങിയാലും ദഹിക്കുന്നു. അവനെ വിശപ്പിൻ്റെ വിലയറിയൂ. മദ്യം കൊണ്ട് മതമുണ്ടാകും. എന്നാൽ സമ്പത്ത് കൊണ്ട് മതമുണ്ടാകുന്നത് ഏറെ അപകടകരമാണ്. സ്വന്തം മനസ്സിനെ ജയിച്ച് മന്ത്രിമാരെ വശപ്പെടുത്തി നിർത്താൻ കഴിയാത്ത രാജാവിന് ശത്രുക്കളെ ജയിക്കാനും കഴിയില്ല. മനസ്സിനെ ജയിച്ചവന് മാത്രമേ കുറ്റക്കാരെ ശിക്ഷിക്കാനാകൂ. രാജാവേ, മനുഷ്യ ശരീരം ഒരു രഥമാണ്. ഇന്ദ്രിയങ്ങൾ അതിൽ പൂട്ടിയ കുതിരകളും. ബുദ്ധിയാണ് സാരഥി. ആ തേർ തെളിക്കേണ്ടത് ബുദ്ധി പറയുന്ന വഴിക്കാണ്. അങ്ങനെ ചെയ്യുന്നവന് മാത്രമേ സുഖകരമായി ജീവിക്കാൻ കഴിയൂ. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാത്തവന് അർത്ഥത്തെ അനർത്ഥമായും മറിച്ചും തോന്നുന്നു. അവൻ നിയന്ത്രണമില്ലാത്ത ഇന്ദ്രിയങ്ങളാൽ മൂഢബുദ്ധി തെളിക്കുന്ന വഴിയിലൂടെ പോയി ദുഃഖത്തിലും ദുരന്തത്തിലും പതിക്കും. കൈവിട്ട ഇന്ദ്രിയങ്ങളെയും മന്ദബുദ്ധിയെയും വരുതിയിലാക്കിയാൽ ശരീരം ആത്മാവിനൊപ്പം ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നുകൊള്ളും. കാമക്രോധങ്ങൾ മനസ്സിൻ്റെ ശത്രുവാണ്. രാജാവേ, ധർമാധർമ്മങ്ങളെ വേർതിരിച്ചറിഞ്ഞ് വിജയത്തിനുള്ള മാർഗങ്ങൾ തേടുന്നവന് അതിനുള്ള ഉപായങ്ങൾ സ്വയമേവ മുന്നിൽ വരികയും അതിലൂടെ അവൻ ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. ഇന്ദ്രിയ നിഗ്രഹം നടത്താത്ത രാജാക്കന്മാർ വിഷാദിക്കേണ്ടി വരുന്നു. ദുർജനങ്ങളെ അകറ്റി നിർത്തണം. അല്ലെങ്കിൽ ഉണക്കക്കമ്പുകൾക്ക് ഇടയിൽപ്പെട്ട നനഞ്ഞ വിറക് പോലെ അവനും കത്തിത്തീരും. രാജാവേ, ഗുണങ്ങൾക്കിടയിലും ചില ദോഷങ്ങൾ ഉണ്ടാകാതിരിക്കില്ല. അവയെ കാണാതിരിക്കുന്നത് അപകടം വിളിച്ചു വരുത്തും. പരിശുദ്ധി, സംതൃപ്തി, പ്രിയഭാഷണം, ഇന്ദ്രിയ നിഗ്രഹം, സത്യവാക്ക്, പ്രസന്നഭാവം, അചഞ്ചലത തുടങ്ങിയ ഗുണങ്ങൾ സജ്ജനങ്ങളിൽ കാണുന്ന സവിശേഷതകളാണ്. ദുർജനങ്ങളിൽ ഒരിക്കലും ഇവ ഉണ്ടാകില്ല. മറ്റുള്ളവരോട് മോശമായി സംസാരിക്കുന്നവൻ പാപത്തിൻ്റെ പങ്കാളിയാകുന്നു. ക്ഷമിക്കുന്നവൻ പാപത്തിൽ നിന്നും മോചനം നേടുന്നു. ദുഷ്ടന്മാരുടെ ബലം ഹിംസയും രാജാക്കന്മാരുടെ ബലം ശിക്ഷയും.
സ്ത്രീകളുടെ ബലം ശുശ്രൂഷയും ഗുണവാന്റെ ബലം ക്ഷമയുമാകുന്നു. പരുഷമായ ഒരു വാക്ക് ഹൃദയത്തെ മുറിപ്പെടുത്തുന്നു. അസ്ത്രങ്ങളാലോ ആയുധങ്ങളാലോ ഉണ്ടാകുന്ന മുറിവുകൾ ഇല്ലാതെയാകും. വാക്കുകളാൽ ഏൽക്കുന്ന മുറിവ് ഒരിക്കലും ഉണങ്ങില്ല. അറിവുള്ളവർ ഒരിക്കലും പരുഷവാക്ക് പറയരുത്. രാജാവേ, അങ്ങയുടെ മക്കൾക്ക് ബുദ്ധി നഷ്ടപ്പെട്ടിരിക്കുന്നു. പാണ്ഡവരോട് അങ്ങയ്ക്കുള്ള നീരസം മൂലം അങ്ങയുടെ മക്കളിലെ ദോഷം അങ്ങ് തിരിച്ചറിയുന്നില്ല. സർവ്വരാജലക്ഷണങ്ങളും ഒത്ത യുധിഷ്ഠിരൻ അങ്ങയുടെ വാക്കുകളെ അനുസരിക്കുന്നവനാണ്. ഈ രാജ്യത്തെ രാജാവാകാൻ സർവഥാ യോഗ്യൻ, ധർമ്മവും കർമ്മവും തിരിച്ചറിയുന്ന ധർമ്മജൻ തന്നെയാണ്. വിദുരർ ഒന്ന് നിർത്തിയപ്പോൾ ധൃതരാഷ്ട്രർ പറഞ്ഞു, ധർമാത്മാവായ വിദുരരെ, താങ്കൾ പറയുന്ന ഈ കാര്യങ്ങൾ എത്ര കേട്ടാലും മതിയാകുന്നില്ല. വിദുരർ പറഞ്ഞു, രാജാവേ, ഇന്ദ്രിയങ്ങളുടെ മേൽ നിയന്ത്രണം ഇല്ലാത്തവൻ എന്നും ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. ഇന്ദ്രിയങ്ങളെ ജയിക്കാത്തവന് എങ്ങനെ ശത്രുവിൻ്റെ മേൽ ജയം നേടാനാകും? എത്ര തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്ത് പുണ്യം നേടാൻ ശ്രമിച്ചാലും അതൊന്നും സഹജീവി സ്നേഹത്തിൻ്റെ പുണ്യത്തോളം വരില്ല. അതിനാൽ അങ്ങ് കൗരവരോടും പാണ്ഡവരോടും സമഭാവത്തിൽ പെരുമാറണം. അതങ്ങയ്ക്ക് സത്കീർത്തിയും സ്വർഗവും നേടിത്തരും. ഈ ലോകത്ത് ഒരാൾക്ക് എത്ര നാൾ തൻ്റെ കീർത്തി നിലനിർത്തുവാൻ കഴിയുന്നുവോ അത്രയും നാൾ സ്വർഗത്തിൽ സ്ഥാനവും ലഭിക്കും. ഇതിനെക്കുറിച്ച് ഒരു കഥയുണ്ട്, അങ്ങ് കേട്ടാലും. പണ്ട് കേശിനി എന്നു പേരായ ഒരു രാജകുമാരി ഉത്തമനായ ഭർത്താവിനെ നേടാനായി സ്വയംവര പന്തലിലെത്തി. അപ്പോൾ കേശിനിയെ നേടണമെന്ന മോഹവുമായി ദൈത്യരാജകുമാരനായ വിരോചനനും അവിടെ ഉണ്ടായിരുന്നു. വിരോചനനെ കണ്ടപ്പോൾ കേശിനി ചോദിച്ചു, കുമാര, ദൈത്യനോ ബ്രാഹ്മണനോ ശ്രേഷ്ഠൻ? ബ്രാഹ്മണനാണ് ശ്രേഷ്ഠനെങ്കിൽ ഞാൻ സുധന്വാവ് എന്ന ഈ ബ്രാഹ്മണനെ വേണ്ടേ സ്വീകരിക്കാൻ? വിരോചനൻ പറഞ്ഞു, കേശിനി, ഞങ്ങൾ പ്രജാപതിയുടെ ഉത്തമ സന്താനങ്ങളാകയാൽ ഞങ്ങളാണ് ശ്രേഷ്ഠർ. ബ്രാഹ്മണരോ ദേവന്മാരോ ശ്രേഷ്ഠതയിൽ ഞങ്ങൾക്കൊപ്പം വരില്ല. കേശിനി പറഞ്ഞു, നമുക്ക് അല്പം കാത്തിരിക്കാം. സുധന്വാവ് നാളെ ഇവിടെ എത്തിച്ചേരും, എന്നിട്ട് നിശ്ചയിക്കാൻ കാര്യങ്ങൾ. വിരോചനൻ അത് സമ്മതിച്ചു. വിദുരർ തുടർന്നു, രാജാവേ, ആ പകലും രാത്രിയും കഴിഞ്ഞപ്പോൾ സുധന്വാവ് അവിടെ എത്തി. കേശിനി വേഗം ചെന്ന് ബ്രാഹ്മണോചിതമായ സ്വീകരണങ്ങൾ നൽകി സുധന്വാവിനെ ഉപവിഷ്ടനാക്കി. അപ്പോൾ സുധന്വാവ് വിരോചനനെ കണ്ട് അദ്ദേഹം ഇരുന്ന സ്വർണസിംഹാസനത്തിൻ്റെ അടുത്തെത്തിയിട്ട് ചോദിച്ചു, പ്രഹ്ലാദപുത്ര, അങ്ങിരിക്കുന്ന ഈ സിംഹാസനത്തിൽ ഞാനൊന്ന് തൊട്ടോട്ടെ? അങ്ങയോടൊപ്പം ഞാൻ ഇരിക്കില്ല, ഇരുന്നാൽ നമ്മൾ തുല്യരാകും. വിരോചനൻ പറഞ്ഞു, വേണ്ട, നിങ്ങൾ നിലത്ത് വിരിച്ച പുൽപ്പായിലോ ദർഭയിലോ വല്ല പീഠങ്ങളിലോ ഇരുന്നാൽ മതി. ഈ സിംഹാസനത്തിലിരിക്കാൻ നിങ്ങൾക്ക് യോഗ്യതയില്ല. സുധന്വാവ് പറഞ്ഞു, അതെ, ഒരച്ഛനും മകനും ഒന്നിച്ചിരിക്കാം. 2 വൃദ്ധന്മാർക്കോ 2 ബ്രാഹ്മണർക്കോ 2 ക്ഷത്രിയർക്കോ 2 ശൂദ്രർക്കോ ഒരുമിച്ച് ഇരിക്കാം. പക്ഷേ തുല്യതയില്ലാത്ത 2 പേർ ഒരുമിച്ചിരിക്കാൻ പാടില്ല. നിങ്ങളുടെ പിതാവായ പ്രഹ്ലാദൻ നിലത്തിരുന്നു കൊണ്ടാണ് എന്നെ പരിചരിക്കാറുള്ളത്. രാജകീയ പ്രൗഢിയിൽ കൊട്ടാരത്തിൽ കഴിഞ്ഞ താങ്കൾക്ക് അതൊന്നും അറിയാൻ വഴിയില്ല. വിരോചനൻ അല്പം അമർഷം നിറഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു, സുധന്വാവേ, ദൈത്യന്മാരായ ഞങ്ങളുടെ പക്കലുള്ള സ്വർണം, പശുക്കൾ, കുതിരകൾ തുടങ്ങിയ സമ്പത്തെല്ലാം ഞാൻ ബാധവയ്ക്കാം. എന്നിട്ട് അറിയാവുന്നവരെ കണ്ട് കാര്യം ചോദിക്കാം, നമ്മളിൽ ആരാണ് ശ്രേഷ്ഠനെന്ന്. വിരോചനൻ്റെ വാക്കുകൾ കേട്ട് സുധന്വാവ് ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ സ്വർണവും പശുക്കളും കുതിരകളും ഒക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് നമ്മുടെ ജീവൻ തന്നെ വാതുവയ്ക്കാം. എന്നിട്ട് അറിവുള്ളവരെ കണ്ട് ചോദിക്കാം, നമ്മിൽ ആരാണ് ശ്രേഷ്ഠനെന്ന്. അപ്പോൾ വിരോചനൻ പറഞ്ഞു, ശരി, നമ്മുടെ ജീവൻ തന്നെ പണയം. പക്ഷേ നാം ആരോട് ചോദിക്കും? ദേവന്മാരെ കാണാൻ ഞാൻ വരില്ല. മനുഷ്യർക്ക് ഈ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കാൻ സാധിക്കുകയുമില്ല. സുധന്വാവ് പറഞ്ഞു, താങ്കൾക്ക് വിശ്വാസമില്ലാത്തടത്ത് പോകണ്ട. നമുക്ക് അങ്ങയുടെ പിതാവായ പ്രഹ്ലാദനെ തന്നെ കണ്ടു ചോദിക്കാം. അദ്ദേഹം സത്യം മാത്രമേ പറയൂ എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അത് സമ്മതിച്ച് ഇരുവരും പ്രഹ്ലാദൻ്റെ അടുത്തേക്ക് പോയി. ഇരുവരും ഒന്നിച്ചു വരുന്നത് കണ്ടപ്പോൾ പ്രഹ്ലാദൻ മനസ്സിൽ പറഞ്ഞു, ഒരിക്കലും ഒത്തുചേരാത്തവർ ക്രുദ്ധരായ പാമ്പുകളെ പോലെ ഒന്നിച്ചാണല്ലോ വരുന്നത്. എന്തോ കാര്യമായ പ്രശ്നമുണ്ടെന്ന് പ്രഹ്ലാദന് മനസ്സിലായി. എന്തായാലും ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക തന്നെ വേണം. അതിനായി പ്രഹ്ലാദ ചക്രവർത്തി തയ്യാറായി ഇരുന്നു. കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.